ഹലോ ഫ്രണ്ട്സ്, ഞാനിന്ന് പറയാൻ പോകുന്നത് ഗർഭിണികളായ ഓരോ സ്ത്രീയും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്നാണ്. ഈ കാര്യം അറിയാതിരുന്നത് കൊണ്ട് എനിക്കുണ്ടായ അനുഭവം കൂടി ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. വീഡിയോ ഇച്ചിരി ലെങ്ത് ആണെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ കുറെ പേർക്കൊക്കെ അറിയായിരിക്കും, പക്ഷെ ചിലർ അത് കാര്യമായിട്ട് എടുക്കാറില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ചെയ്യാൻ കാരണം. അതെന്താണെന്ന് വെച്ചാൽ ഡെലിവറി പെയിൻ. ഓരോ സ്ത്രീ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഗർഭകാലത്ത് ഉണ്ടാകുന്ന ഡെലിവറി പെയിൻ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക എന്നുള്ളത്. കാരണം ഈ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് എല്ലാവർക്കും 9 മാസം കഴിഞ്ഞിട്ടേ ഉണ്ടാവൂ എന്ന് വിചാരിക്കരുത്. അത് ചിലപ്പോൾ 5-ാം മാസത്തിലാവും, 3-ാം മാസത്തിലാവാം, ചിലപ്പോൾ 7-ാം മാസത്തിലാവാം. അത് ഏത് സമയം വേണേലും വരാം. 3-ാം മാസത്തിലൊക്കെ വരുന്നത് നമ്മൾ മിസ്കാരേജ് ആയി പോകാറുണ്ട്. പക്ഷെ അതിനുശേഷം 5-ാം മാസത്തില് 6-ാം മാസത്തിലൊക്കെ ഉണ്ടാകുന്ന ഈ ഡെലിവറി പെയിൻ എന്ന് പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരിക്കാതെ പോയാൽ ജസ്റ്റ് അത് പിന്നീട് ബ്ലീഡിങ് ആവാം. അത് നമ്മുടെ കുട്ടിയെയും ബാധിക്കാം, നമ്മളെയും ബാധിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ട്വിൻ ബേബീസ് ആയിരുന്നെന്ന്. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം, അതായത് ഡെലിവറി പെയിൻ എന്താണെന്ന് മനസ്സിലാകാത്തത് കൊണ്ട് എനിക്കുണ്ടായത് വലിയൊരു നഷ്ടമാണ്. കാരണം എനിക്ക് 6-ാം മാസത്തിൽ ഡെലിവറി പെയിൻ വന്നു. ജസ്റ്റ് ഒരു പെയിൻ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പം ഞാൻ വിചാരിച്ചു ഗ്യാസ് കയറിയതാണ്. ഇപ്പൊ വീട്ടിലുള്ളവർക്കും ഇങ്ങനെ ഈ സമയത്തൊന്നും ഡെലിവറി പെയിൻ വരാത്തത് കൊണ്ട്, വീട്ടിലുള്ളവർക്കും അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തത് കൊണ്ട് അവര് പറഞ്ഞു ഗ്യാസ് കയറിയതായിരിക്കും, നടക്ക്, കുറച്ചു നേരം ചൂടുവെള്ളം കുടിക്കുക, കിടക്ക്, റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം ഞാൻ ചെയ്തു. എന്നിട്ടും എനിക്ക് വൈകിട്ട് 6 മണിയോട് കൂടി ഉണ്ടായ പെയിനാണ്. ഞാനിത് വെച്ചുകൊണ്ടിരുന്നു. ഞാൻ ഓർത്ത് ജസ്റ്റ് പെയിൻ അല്ലേ, ചെറിയ പെയിൻ ആയിട്ടാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ചെറിയ പെയിൻ ആയിട്ട് തുടങ്ങിയപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് പെയിന്, ഗ്യാസ് കയറിയതാവും എന്ന് വിചാരിച്ച് ഹോസ്പിറ്റലിൽ പോകാതിരുന്നു. പിന്നീടാണ് പെയിൻ കൂടി വന്നപ്പോഴാണ് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയത്. അപ്പോഴേക്കും എനിക്ക് ബ്ലീഡിങ് ആയി. പിന്നെ അവിടുന്ന് വേറെ വലിയൊരു ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ബ്ലീഡിങ് ആയി. പക്ഷെ എനിക്ക് ബേബീസിനെ 2 പേരെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. ഡെലിവറി ആയി എടുക്കേണ്ടി സാഹചര്യം വന്നു. ഡെലിവറി ആക്കി അവര്. കാരണം ബേബീസിനെയും കിട്ടില്ല, അമ്മയും കിട്ടില്ല എന്നൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് അവരെനിക്ക് ഡെലിവറി ചെയ്തു. എന്റെ ഒരു ബേബീനെ എനിക്ക് കിട്ടിയുള്ളൂ. ഒരു ബേബീനെ എനിക്ക് കിട്ടിയില്ല. ഒരു ബേബി NICU-ലായിരുന്നു. NICU ഒരു 4 മാസത്തോളം കാലം NICU കിടന്ന് അനുഭവിക്കേണ്ട കഷ്ടപ്പാടുകളെല്ലാം അനുഭവിച്ചതിന് ശേഷമാണ് എനിക്ക് കിട്ടിയത്. വെറും 630 ഗ്രാമില് ഒരു കുഞ്ഞിനെ എങ്ങനെ നമ്മൾ ശുശ്രൂഷിക്കും? ഒന്നും അറിയത്തില്ല. എന്ത് ചെയ്യും? ആദ്യമായിട്ടൊക്കെ പ്രസവിക്കുന്നവരാകുമ്പോൾ എന്ത് ചെയ്യും, എന്ത് ചെയ്യണം? അമ്മയുടെ തണല് ഒന്നും നമുക്ക് കാണത്തില്ല. നമ്മൾ ഹോസ്പിറ്റലൈസ് ആണ്. നമ്മുടെ കുട്ടിയെ നമുക്ക് മാത്രം കാണാൻ സാധിക്കുക. നമ്മൾ മാത്രം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. 630 ഗ്രാം എന്ന് പറയുന്ന വളരെ കുറഞ്ഞ റേറ്റാണ്. ഈ 630 ഗ്രാമിനുണ്ടാകുന്ന ഒരു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എത്രയോ നമ്മൾ കഷ്ടപ്പെടണം. ഡോക്ടേഴ്സ് ആവട്ടെ, നമ്മളാവട്ടെ, അതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് ആ കുഞ്ഞിനെ കിട്ടുക പോലും ഉള്ളൂ. എനിക്കൊരു മോനും മോളുമായിരുന്നു. മോനെ എനിക്ക് കിട്ടിയില്ല. മോളെ എന്തായാലും ദൈവം സഹായിച്ച എനിക്ക് കിട്ടി. പക്ഷെ അതിനോളം ആ കുഞ്ഞനുഭവിക്കേണ്ട വേദനകളും കുഞ്ഞന് സഹിച്ചിട്ടുണ്ട്. അത് കണ്ടിട്ട് നമ്മളും സഹിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഗൈസ്, ഗർഭിണിയായ ഓരോ സ്ത്രീയും പലരും പറയും നീ വീഡിയോ കാണാതെ, അത് കാണാതെ, ഇത് കാണാതെ, അത് നോക്കാതെ, ഇത് നോക്കാതെ. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കരുത്. ദയവ് ചെയ്ത് എല്ലാ ഗർഭിണികളും എങ്ങനെയാണ് ഡെലിവറി പെയിൻ വരുന്നതെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കുക. എന്നിട്ട് ആ പെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രീമച്വർ ഡെലിവറി ഒരുപാട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ചിലർക്കൊക്കെ അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഡെലിവറി ആയി പോകുന്നത്. ചിലർക്ക് പിന്നെ കോംപ്ലിക്കേഷൻസ് കൊണ്ട് വരുന്നതും കാണും. അല്ലാത്ത ചിലർ ഈ പെയിൻ എന്താണെന്ന് അറിയാതെ പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. കാരണം എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. ഞാൻ ഈ ഡെലിവറി പെയിൻ എന്താണെന്നൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പം എന്റെ ആന്റി പറഞ്ഞു, ഇപ്പഴും എന്തിനാ നീ ഇതൊക്കെ നോക്കി ടെൻഷൻ അടിക്കുന്നത്? അത് പിന്നീട് വരാനുള്ള കാര്യമില്ലേ, അപ്പൊ പിന്നെ നോക്കിയാൽ മതി എന്ന് പറഞ്ഞു. ഞാനും അന്ന് വിചാരിച്ച് പിന്നീട് വരാനുള്ള കാര്യമില്ലേ, ഇപ്പോഴും നോക്കി ഞാൻ ടെൻഷൻ അടിച്ച്
ആവലാതി കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് നോക്കിയില്ല. പക്ഷെ അതായിരുന്നു എനിക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റ്. അതിനെ ഓർത്ത് ഞാൻ ഇപ്പോഴും സങ്കടപ്പെട്ടുണ്ട്. അതുകൊണ്ട് ആരും ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും ഗർഭിണികൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗർഭിണികളായിട്ടുള്ള ആരെയെങ്കിലും അറിയാമെങ്കിൽ അവരോട് പറയുക ഡെലിവറി പെയിൻ എന്താണെന്നുള്ളത് ആദ്യം മുതൽക്കേ ഞങ്ങൾ അറിഞ്ഞിരിക്കാൻ അവരോട് എന്തായാലും പറയുക. താങ്ക് യു. പ്ലീസ്.